ദയവായി തുടരുക. ഇപ്പോൾ CPM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറി ശ്രീ റഫീഖ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ റഫീഖ്, നമ്മൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. അന്ന് കരാർ ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ, KPCC അധ്യക്ഷന് അയച്ച കത്ത് ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ, എന്നാലിതാ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് കൂടി പുറത്തു വരുന്നു. അതിൽ കൃത്യമായി IC ബാലകൃഷ്ണൻ MLA-യുടെ പേരുണ്ട്, മാത്രമല്ല DCC അധ്യക്ഷന്റെ പേരുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ KPCC നേതൃത്വത്തിന് അറിവുണ്ട് എന്നുകൂടി അദ്ദേഹം തന്റെ അവസാന കത്തിൽ എഴുതി വെച്ചുകൊണ്ടാണ് ജീവൻ ഒടുക്കിയത്. അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായ വ്യക്തതയിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. KPCC നേതൃത്വത്തിന്റെ എല്ലാ പിന്തുണയും ഉള്ളത് IC ബാലകൃഷ്ണൻ MLA-ക്ക് കൊടുക്കുന്ന നിലയിലാണ് അവർ നിലപാട് സ്വീകരിച്ചത്. അതിന് കാരണം KPCC-ക്ക് ഉൾപ്പെടെ ഇതിൽ പലതും മറച്ചു വെക്കാനുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. നമ്മൾ കാണേണ്ടത്, ജീവിതകാലം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവാണ് ശ്രീമാൻ NM വിജയൻ. അദ്ദേഹത്തെ കരുവാക്കിക്കൊണ്ട് കോടികളുടെ അഴിമതിയാണ് KPCC നേതൃത്വത്തിന്റെ അറിവോടുകൂടി IC ബാലകൃഷ്ണനും DCC-യുടെ അധ്യക്ഷൻ ND അപ്പച്ചനും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയത്. എന്നാൽ അതിൽ അവസാന ഘട്ടത്തിൽ പണം അവർ വാങ്ങുകയും എന്നാൽ കൈ കഴുകുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇത് യഥാർത്ഥത്തിൽ NM വിജയൻ മരിച്ചതല്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ അറിവോട് നടന്നൊരു കൊലപാതകമാണ് എന്ന നിലയിലേക്ക് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അടിയന്തരമായി IC ബാലകൃഷ്ണൻ MLA ഈ കത്തുകൂടെ പുറത്തു വന്ന സാഹചര്യത്തിൽ, അതിലെല്ലാ കാര്യങ്ങളും വ്യക്തമായി പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന സാഹചര്യത്തിൽ IC ബാലകൃഷ്ണൻ MLA അടിയന്തരമായി രാജിവെക്കാൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഈ കത്തിൽ പറയപ്പെടുന്ന ആളുകൾക്കെതിരെ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണം, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉൾപ്പെടെ പോലീസ് തയ്യാറാവണം. ഇവിടെ അങ്ങേയറ്റം ഗൗരവമായ വസ്തുതകളാണ് ഈ കത്തിന്റെ ഭാഗമായി ഇപ്പോ പുറത്തു വന്നു കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ പരം തെളിവുകളിൽ പുറത്തു വരാനില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന ചില വാർത്തകൾ, അതുപോലെ തന്നെ CPM ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അതിനെയെല്ലാം നിസാരവൽക്കരിച്ചുകൊണ്ട് ന്യായീകരിക്കാനാണ് KPCC നേതൃത്വവും അതുപോലെ തന്നെ DCC നേതൃത്വവും തയ്യാറായത്. തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ND അപ്പച്ചൻ കൈ കഴുകാൻ ശ്രമം നടത്തിയത്. എന്നാൽ അദ്ദേഹം ഉൾപ്പെടെ അറിയുമെന്നുള്ളതാണ്. IC ബാലകൃഷ്ണൻ നേരിട്ട് പങ്കുവഹിച്ചതിനെ സംബന്ധിച്ചാണ് KPCC നേതൃത്വത്തിന് അയച്ചിട്ടുള്ള കത്ത് സംബന്ധിച്ച് മറുപടി ലഭിക്കാത്തതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് ശ്രീമാൻ NM വിജയന്റെ കത്തിൽ വളരെ വ്യക്തമായി വന്നിരിക്കുന്നത്. മാത്രമല്ല ശ്രീ റഫീഖ്, ആ കുറിപ്പ് നമ്മൾ വായിക്കുമ്പോൾ ഏറെ വൈകാരികമാണ്. മക്കളെയെങ്കിലും ഇനി രക്ഷിക്കണം സർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് എഴുതുന്നത്. അതായത് MLA പണം വാങ്ങാൻ ആവശ്യപ്പെട്ടു, എനിക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സാമ്പത്തിക ബാധ്യതയുണ്ട്, മക്കളെയെങ്കിലും രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്നതാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ജീവിതകാലം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹം കോൺഗ്രസിന്റെ നേതൃത്വത്തെ അങ്ങേയറ്റം ഞങ്ങൾക്കെല്ലാം അറിയാം അദ്ദേഹത്തെ, കോൺഗ്രസിന്റെ നേതൃത്വത്തെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം പലതവണകളായി മറ്റ് പൊതുസമൂഹത്തിന് മുമ്പിൽ വിഷയം വരാതിരിക്കാൻ വേണ്ടി പലതവണകളായി അദ്ദേഹം KPCC നേതൃത്വത്തിന് കത്തെഴുതി പലരെയും സമീപിച്ചു. എന്നാൽ അത്തരത്തിലുള്ള ഒരു നിലപാടുണ്ടാവാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രയാസം ആ കത്തിലൂടെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കത്തിലൂടെ അദ്ദേഹം പറയുന്ന കാര്യം, ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ കുടുംബത്തിന് പ്രയാസമുണ്ടാകരുത് എന്നാണ് അദ്ദേഹം കത്തെഴുതിയിരിക്കുന്നു. നേരത്തെ തന്നെ ഈ വിഷയം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കത്തെഴുതാനുണ്ടായ സാഹചര്യം എന്താണ്? നിരവധിയായ ഉദ്യോഗാർത്ഥികൾ അവിടേക്ക് വരികയും അദ്ദേഹത്തെ വന്ന് കണ്ട് പണം തിരികെ നൽകാൻ ആവശ്യപ്പെടുകയും നിരന്തരം ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ആ പണമുള്ളത് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിലാണ്. അത്തരത്തിൽ നേതൃത്വത്തിന്റെ കയ്യിൽ പണം ഉണ്ടാവുകയും ഇദ്ദേഹത്തിന് പണം തിരിച്ചു കൊടുക്കാൻ കഴിയാതെയും വന്നപ്പോഴാണ് അദ്ദേഹം സ്വന്തം പേരുള്ള ഭൂമി ഉൾപ്പെടെ വെച്ചുകൊണ്ട് ലോൺ എടുത്തുകൊണ്ട് 1.5 കോടിയോളം രൂപ ലോൺ എടുത്തുകൊണ്ട് പരമാവധി കടം വീട്ടാൻ അദ്ദേഹം ശ്രമം നടത്തി. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ മകന് ഭിന്നശേഷിയുള്ള ആളാണ്. ആ ഭിന്നശേഷിയുള്ള ആൾക്ക് ഒരു താങ്ങ് ഇല്ലാതായി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മറ്റാരുണ്ട്, അതിന്റെ പേരിൽ ഇനി പ്രയാസം ഉണ്ടാവരുത് എന്ന് കരുതിയാവാം അദ്ദേഹം ഇത്രയേറെ പ്രയാസം അനുഭവിച്ച ഘട്ടത്തിൽ ആ മകന് കൂടെ വിഷം കൊടുത്ത് അല്ലെങ്കിൽ മകന് കൂടെ വിഷം കഴിച്ച് മരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത് എത്രമാത്രം ദാരുണമാണ്. തീരുമാനം എടുക്കണമെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ വേദന അത്രത്തോളം വലുതായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പുമാണ്. ഇതിൽ KPCC നേതൃത്വത്തിന് പരാതി പറഞ്ഞതാണ്, ഈ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്ക് പണമുണ്ട്, പദവിയുണ്ട്, അവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന തോന്നൽ കൊണ്ട് തന്നെയായിരിക്കും. മാത്രമല്ല പാർട്ടിയും കൈയൊഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാമല്ലേ?
അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ ഒരു വിഷയം വന്നപ്പോൾ, അതായത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും കോടികൾ പണം വാങ്ങി ആ പണം കൈപ്പറ്റി അദ്ദേഹം നൽകുന്നത് DCC പ്രസിഡന്റ് കൂടിയായ ശ്രീ IC ബാലകൃഷ്ണനും അതുപോലെ നേതൃത്വത്തിനുമാണ്. എന്നാൽ പിന്നീട് ജോലി കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾ അദ്ദേഹത്തെ സമീപിക്കുകയാണ്. അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ നിരന്തരമായി ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടി അദ്ദേഹം IC ബാലകൃഷ്ണൻ ബന്ധപ്പെടുന്നു, അതുപോലെ KPCC നേതൃത്വം ബന്ധപ്പെടുന്നു. എന്നാൽ KPCC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും അത് തിരിച്ചു നൽകാൻ ആവശ്യമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല. IC ബാലകൃഷ്ണൻ അധികാരവും അതുപോലെ തന്നെ സ്വാധീനവും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം എങ്ങനെയെങ്കിലും സ്വന്തം പണം കണ്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം കുറെ പണം അങ്ങനെ കൊടുത്തു. 1.5 കോടിയോളം 3 ബാങ്കിൽ മാത്രം ഇപ്പോൾ പുറത്തു വന്ന കണക്ക് പ്രകാരം 3 ബാങ്കിൽ മാത്രം അദ്ദേഹത്തിന് 1.5 കോടിയിലധികം രൂപ കടമാണ്. അപ്പം പരമാവധി തുക അദ്ദേഹം സ്വന്തം പേരിൽ എടുത്തുകൊണ്ട് കടം തിരിച്ചു കൊടുത്തു. എന്നിട്ടും നിൽക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം KPCC നേതൃത്വത്തെ വീണ്ടും സമീപിക്കുന്നത്. എന്നാൽ KPCC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഇല്ലാതായപ്പോൾ ഇനി വേറൊരു മാർഗമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. നിങ്ങൾ നോക്കൂ, എത്രമാത്രം ദാരുണമാണ് ഒരു മനുഷ്യന്റെ അനുഭവം. ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി കുറെ പതിറ്റാണ്ടുകൾ പ്രവർത്തിക്കുക, വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, എന്നിട്ട് ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ചില നേതാക്കളുടെ സമ്പത്തിന് വേണ്ടി ഇടനിലക്കാരനായി എന്ന കാരണം കൊണ്ട് അതിന്റെ പ്രതിസന്ധി മൂലം മരണത്തിനിരയാവുക, സ്വന്തം മകനെ മരണത്തിനൊപ്പം ചേർത്ത് നിർത്തേണ്ടി വരിക. എത്രമാത്രം ദാരുണമാണ്. എങ്ങനെയാണ് നമ്മുടെ ഒരു സമൂഹത്തിന് ഇതിനെ കാണാൻ കഴിയുക? വലിയ പ്രയാസത്തോടു കൂടിയല്ല കാണാൻ കഴിയുമോ? അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്, DCCയുടെ നേതൃത്വത്തിന് ഒക്കെയും, KPCC നേതൃത്വത്തിനാവട്ടെ DCC നേതൃത്വത്തിനാവട്ടെ, ഇവർക്കെല്ലാം ഈ മരണത്തിൽ, ഞാനതാണ് പറഞ്ഞത്, സാങ്കേതികമായി മരണം എന്ന് പറയാമെങ്കിലും അതിനപ്പുറത്തേക്ക് ഇതിന് കൊലപാതകം എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. കോൺഗ്രസ് ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്ന രൂപത്തിലേക്ക് ബോധപൂർവം അദ്ദേഹത്തെ മരണത്തിന് തള്ളിവിട്ട് ബാക്കിയെല്ലാം, അദ്ദേഹത്തിന് ഈ കുറിപ്പ് കൂടെ ഇല്ലെങ്കിൽ, ഇത്തരത്തിലുള്ള തെളിവുകൾ മാധ്യമങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊരു അടഞ്ഞ അധ്യായമായി മാറും. IC ബാലകൃഷ്ണനും അതുപോലെ KPCC നേതൃത്വവും ഒക്കെ കൈയൊഴിഞ്ഞ് അവർക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ 2 പേർ മരിച്ചു എന്ന രൂപത്തിലേക്ക് മാത്രം മാറുമായിരുന്നു. അങ്ങനെയാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ വസ്തുതകൾ പുറത്തു വന്നപ്പോൾ ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു ബോധപൂർവം ഇദ്ദേഹം മരിച്ചാൽ അതോടെ എല്ലാം അയഞ്ഞു പോകുമല്ലോ എന്ന് കരുതിയ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. ശരിയാണ്. പക്ഷേ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷണം നടക്കുകയാണ്. MLA-യിലേക്ക് ഉൾപ്പെടെ എന്തുകൊണ്ടാണ് അന്വേഷണം പോവാത്തത്? അതിൽ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നു എന്ന് നമുക്ക് വിവരങ്ങളുണ്ട്, DYSP ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിവരങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ KPCC അധ്യക്ഷന് അയച്ച കത്തിൽ ഉൾപ്പെടെ വന്ന പേര് വിവരം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് IC ബാലകൃഷ്ണൻ MLA. അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ തേടുന്നതിലേക്ക്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിലേക്കൊക്കെ ഒന്നും തന്നെ കാര്യങ്ങൾ പോകാത്തത് എന്തുകൊണ്ട് എന്നത് സ്വാഭാവികമായ ഒരു സംശയവുമുണ്ടല്ലോ. ഇല്ല, അതായത് തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങൾ CPIM എന്നതിൽ ആദ്യമേ പറഞ്ഞു, ഈ അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ IC ബാലകൃഷ്ണൻ ഇതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തും, അതുപോലെ അദ്ദേഹം മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു നിമിഷം, ഇപ്പോൾ ഈ കാര്യത്തിൽ കത്തുകൂടെ പുറത്തു വന്നപ്പോൾ അത് വ്യക്തമായി. പോലീസ് അന്വേഷിക്കുന്നത്, പോലീസ് ഇപ്പൊ പുറത്ത് പ്രസ്താവനകൾ നടത്തിയ ആളുകളിൽ നിന്നെല്ലാം മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മൊഴിയെ തുടർന്ന് ഇതിലേക്കെല്ലാം കടക്കും. കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകും. ഇതിൽ കുറ്റക്കാരായ എല്ലാവരും ശിക്ഷിക്കപ്പെടും. അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാനുള്ള ധാർമ്മികമായും നിയമപരമായുമുള്ള അവകാശമില്ല. അടിയന്തരമായി അദ്ദേഹം ഇപ്പോൾ ഈ കത്ത് കൂടെ DCCയുടെ ട്രഷററാണ്, അല്ലാതെ CPIM-ന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനല്ല. ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹമാണ് കത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ അവകാശമില്ല. അങ്ങനെ അദ്ദേഹം തുടരുകയാണെങ്കിൽ KPCC നേതൃത്വം ഇനിയെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കാൻ തയ്യാറാവണം. അതിനും തയ്യാറാവുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ തടയുന്നത് ഉൾപ്പെടെയുള്ള വലിയ പ്രക്ഷോഭങ്ങളുമായി CPIM മുന്നോട്ട് പോകും. ശരി, വളരെ നന്ദി ശ്രീ K. റഫീഖ്. CPM-ന്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്.